ഹരി ശ്രീ ഗണപതേ നമ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. സീതാ സന്ദർശനം. ഉദകനിധി നടുവിൽ മരുവും ത്രികൂടാദ്രിമേൽ ഉല്ലിംഗിതോപവനാത്മജന്മന ജനക നരപതി വരമകൾക്കും ദശാസ്യനും ചെമ്മേ വിറച്ചിതു വാമഭാഗം തുലോം ജനക നരപതി ദുഹിതൃവരനു ദക്ഷാംഗവും ജാതനെന്നാകിൽ വരും സുഖം ദുഃഖവും തതനു കവികുലപതി കടന്നിതു ലങ്കയിൽ താനതി സൂക്ഷ്മ ശരീരനായ രാത്രിയിൽ ഉദിതരവി കിരണ രുചി പൂണ്ടോരു ലങ്കയിൽ ഒക്കെ തിരഞ്ഞാനൊരിടമൊഴിയാതെ ദശവദനമണി നിലയമായിരിക്കും മമ ദേവി ഇരിപ്പേടമെന്നോർത്തു മാരുതി കനകമണി നികര വിരചിത പുരിയിൽ എങ്ങുമേ കാണാനുലങ്കാവചനമോർത്തിയിടിനാൻ ഉടമയൊടുമസുരപുരി കനിവിനോട് ചൊല്ലിയൊരു ഉദ്യാനദേശേ തിരഞ്ഞു തുടങ്ങിനാൻ ഉപവനവും അമൃത സമസലിലയുധവാപിയും ഉത്തുംഗ സൗധങ്ങളും ഗോപുരങ്ങളും സഹജസുത സജീവ ബലപതികൾ ഭവനങ്ങളും സൗവർണസാലബ്ധജ പതാകങ്ങളും ദശവദനമണി ഭവന ശോഭ കാണും വിധോ ദിക്പാലമന്ദിരം ധികൃതമായി വരും കനകമണി രചിത ഭവനങ്ങളിലെങ്ങുമേ കാണാഞ്ഞു പിന്നെയും നീളെ നോക്കും വിധോ കുസുമചയ സുരഭിയൊടു ഭവനൻ അതിഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ ഉപവനവും ഒരു തരുപ്രവരങ്ങളും ഉന്നതമായുള്ള ശംസഭാവൃക്ഷവും അതിനികടമഖില ജഗദീശ്വരി തന്നെയും ആശുകനാശു കാട്ടിക്കൊടുത്തിടിനാൻ മലിനതരജിഗുരവസനം പൂണ്ടു ദീനയായി മൈഥിലി താൻ കൃശഗാത്രിയായി എത്രയും ഭയവിവശം അവനിയിലുരുണ്ടും സദാഹൃതി ഭർത്താവു തന്നെ നിനച്ചു നിനച്ചലം നയനജലമനവരതമൊഴുകിയൊഴുകി പതിനാമത്തെ രാമരാമേരി ജപിക്കയും നിശിചരികൾ നടുവിൽ അഴലൊടുമരുവും ഈശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടു മാരുതി വിടവിവര ശിരസി നിവിടച്ചതാന്തർഗതൻ വിസ്മയം പൂണ്ടു മറഞ്ഞിരുന്നിടിനാൻ ദിവസകര കുലപതി രഘുത്തമൻ തന്നെ ദേവിയാം സീതയെ കണ്ടു കബീവരൻ കമലമകളകില ജഗദീശ്വരി തന്നുടൽ കണ്ടേൻ കൃതാർത്ഥ്യോസ്മ്യഹം ദിവസകര കുലപതി രഘുത്തമൻ കാര്യവും ദീനതയെന്നിയെ സാധിച്ചതിന്നു ഞാൻ ഇതി ബലവുമകതളിരിലോർത്തു കവിവരൻ ഇത്തിരി നേരം ഇരിക്കും ദശാന്തരേ അസുര കുലവര നിലയനത്തിൻ പുറത്തി നിന്നാശു ചില ഘോഷ ശബ്ദങ്ങൾ കേൾക്കായി കിമിതമിതി സപതി കിസലയ ജയ നിലീനനാക്കിടവദ്ദേഹം മറച്ചു മരുവിനാൻ വിഭുത പുലരിഭുതശമുഖൻ വരവെത്രയും വിസ്മയത്തോടു കണ്ടു കവി കുഞ്ചരൻ അസുരസുര നിശിചരവരാംഗനാ വൃന്ദവും അത്ഭുതമായുള്ള ശൃംഗാരവേഷവും ദശവദനനവരതമകതളിരിലുണ്ടുതൻ ദേഹനാശം ഭവിക്കുന്നതെന്നീശ്വര സകല ജഗദധിപതി സനാതനൻ സന്മയൻ സാക്ഷാൽ മുകുന്ദനെയും കണ്ടു ഞാൻ നിശിതതര ശരശകലിതാംഗനായി കേവലേ നിർമ്മലമായ ഭഗവത് പദാംബുജേ വരദന ജനമരുമൃതാനന്ദപൂർണമാം വൈകുണ്ഠരാജ്യമെനിക്കെന്നു കിട്ടുന്നു അതിനുപത സമയമിതമിതി മനസ്സി കരുതി ഞാൻ അംഭോജപുത്രിയെ കൊണ്ടുപോനീടിനൻ അതിനുമൊരു പരിഭവമൊടുഴറി വന്നീലവൻ ആയുർവിനാശകാലം നമുക്കാഗതം ശിരസി മമലിഖിതമിക മരണ സമയം ദൃഢം ചിന്തിച്ചു കണ്ടാനദീനില്ല ചഞ്ചലം കമലജനുമറിയരുതു കരുതുമളവേതുമീ കാലസ്വരൂപനാമീശ്വരൻ തന്മതം സതതമകതളിരിലിവ കരുതി രഘുനാഥനെ സ്വാത്മന ചിന്തിച്ചിരിക്കവേ
കവികൾ കുലവരനവിടമാശു ചെല്ലും മുമ്പേ കണ്ടിതു രാത്രിയിൽ സ്വപ്നം ദശാനനൻ രഘുജനന തിലകവചനേന രാത്രോ വരും കശ്ചിൽ കവിവരൻ കാമരൂപാന്വിതൻ കൃപയൊടൊരു കൃമി സദൃശ സൂക്ഷ്മ ശരീരനാൽ കൃഷ്ണം പുരാവരം മന്വിഷ്യ നിശ്ചലം തരുനികരവര ശിരസി വന്നിരുന്നാദരാൽ താർമകൾ തന്നെയും കണ്ടു രാമോദന്തം അഖിലമവളൊരു പദ പറഞ്ഞടയാളവും ആശു കൊടുത്തുടൻ ആശ്വസിപ്പിച്ചു പോം അതു പൊഴുതിലവൻ അറിവതെന്നു ഞാൻ ചെന്നു കണ്ടാതി വളർത്തുവൻ വാക്മയാസ്ത്രങ്ങളാൽ രഘുപതിയോടതും അവനശേഷം അറിയിച്ചു രാമനുമിങ്ങു കോപിച്ചുടനെ വരും രണശിരസി സുഖമരണം അതിനിശിതമായുള്ള രാമശരമേറ്റെനിക്കും വരും ദൃഢം പരമഗതി വരുവതിനു പരമൊരുപദേശമാം പന്താവിതോ മമാപാക്കയില്ലേതുമേ സുരനിവകമതി ബലവശാൽ സത്യമായി വരും സ്വപ്നം ചിലർക്കു ചില കാലമൊക്കണം നിജമനസി പലവുമിതി വിരവൊടു നിരൂപിച്ചു നിശ്ചിത്യ നിർഗമിച്ചേടിനാൻ രാവണൻ കനകമണി വലയ കടകാംഗദാ നോപുര കാഞ്ചി മുഖാഭരണാരവാമന്തികെ വിവസതര ഹൃദയമൊടു കേട്ടു നോക്കും വിധോ വിസ്മയമാറു കണ്ടു പുരോഭുവി വിപുതരിവു നിശിചരകുലാധിപൻ തൻ വരവെത്രയും ഹീതയായി വന്നിതു സീതയും ഉരസിജവും ഒരു തുടകളാൽ മറച്ചാതി കൊണ്ടുത്തമാംഗം താഴ്ത്തി വേപതൂഗാത്രിയായി നിജരമണ നിരുപമ ശരീരം നിരാകുലം നിർമ്മലം ധ്യാനിച്ചിരിക്കും ദശാന്തരെ ദശവദനയുഗസരപരവശതയാ സമം ദേവി സമീപേ തൊഴുതിരുന്നിടിനാൻ.